ക്രിക്കി മലയാളം 2.0 ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ഫൈനലിലേക്ക് ആരാണെന്ന് വെച്ചാൽ വന്നോളൂ. RCB അവിടെ നിങ്ങളെ കാത്തിരിപ്പുണ്ടാവും. യെസ്, ഡൊമിനൻസ്, ആബ്സല്യൂട്ട് ഡൊമിനൻസ്. പഞ്ചാബ് കിങ്സിനെ പഞ്ചറാക്കിയിരിക്കുകയാണ് RCB. 18ാം IPL സീസൺ കളിക്കുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട 18ാം നമ്പറുകാരന് വേണ്ടിയിട്ട് IPL ട്രോഫി ഇത്തവണെങ്കിലും നേടിക്കൊടുക്കാൻ ഇറങ്ങി പുറപ്പെട്ട ടീമാണത്. അവരെ തടയാൻ കുറച്ച് പാടാണ്. ലീഗ് സ്റ്റേജിൽ ഈ ഒരു സീസണിൽ ഇതുവരെ ഗംഭീര പെർഫോമൻസ് പുറത്തെടുത്ത പഞ്ചാബിനെ ഈ ഒരു മത്സരത്തിൽ എവിടെയും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. യെസ്, അക്ഷരാർത്ഥത്തിൽ RCBയുടെ ബോളർമാർക്ക് മുമ്പിൽ അവർക്ക് യാതൊരു മറുപടിയും ഇല്ലായിരുന്നു. RCB ഫൈനലിലേക്ക് എത്തിയത് അബ്സല്യൂട്ട് ഡൊമിനൻസോട് കൂടിയാണ്, ഗംഭീര ആധിപത്യത്തോടു കൂടിയാണ്. മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ടുകൊണ്ട് ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്ന PBKs 6 ഓവറുകളൊക്കെ ബാക്കി നിർത്തിക്കൊണ്ട് ഓൾ ഔട്ടായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതും ഇങ്ങനൊരു നിർണായക മത്സരത്തിൽ 3 വിക്കറ്റുകൾ വീതം വീഴ്ത്തിക്കൊണ്ട് RCBക്ക് വേണ്ടി സുയാഷ് ശർമ്മയും ജോഷ് ഹേസൽവുഡും നടത്തിയിട്ടുള്ള ഒരു പെർഫോമൻസ് ഉണ്ട്. യാമോനെ യജ്ജാതി ബൗളിംഗ് ആയിരുന്നു അത്. അതേപോലെ മറ്റുള്ളവരും ബൗളിംഗിൽ തകർത്താടുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആബ്സല്യൂട്ട് ഡൊമിനൻസ് എന്ന് നമ്മൾ നേരത്തെ വിശേഷിപ്പിച്ചതും. തീർച്ചയായിട്ടും രജത് പട്ടീദാർ ക്യാപ്റ്റനായിട്ട് മടങ്ങിയെത്തിയതും ജോഷ് ഹേസൽവുഡ് ബൗളർ എന്ന രീതിയിൽ മടങ്ങിയെത്തിയതും RCBക്ക് വലിയ അനുഗ്രഹം തന്നെയാണ്. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മറുപടി ബാറ്റിംഗിൽ ഫിൽസാൾട്ട് നടത്തിയിട്ടുള്ള ഒരു ഇന്നിംഗ്സ് ആണ്. പ്രഷർ, വാട്ട് ഈസ് പ്രഷർ എന്ന രീതിയിലായിരുന്നു ഫിൽസാൾട്ട് ബാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ കിടിലൻ 50 ആണ് നമ്മൾ കണ്ടത്. അതേപോലെ ക്യാപ്റ്റൻ രജത് പട്ടീദാർ അവസാനം വന്ന് ചെറിയ തോതിൽ ഫീസ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. RCB രാജകീയമായി കൊണ്ട് ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നീണ്ട 9 വർഷങ്ങൾക്ക് ശേഷം, കൃത്യമായി പറയുകയാണെങ്കിൽ 2016 ശേഷം വീണ്ടും ഒരിക്കൽ കൂടി RCB ഫൈനൽ കളിക്കാൻ പോകുന്നു. ഇത്തവണയെങ്കിലും ഇതുവരെ കിട്ടാത്ത ആ ഒരു കന്നിക്കിരീടം, ഈ സാല കപ്പ് നമ്മുടെ ഒന്ന് പറയാൻ അവരുടെ ആരാധകർക്ക് സാധിക്കുമോ? കാത്തിരുന്ന് കാണാം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.